കൊണ്ടുപോവാ. പൊന്തിക്കുന്നതിനനുസരിച്ചിട്ട് വലിയ മരമാകണം. കൈയടിക്കെല്ലാരും കൈയടി. ഒരുപാട് പൊന്തിച്ചാൽ ചിലപ്പോൾ ഇവിടെ മരമായ സ്റ്റേജാണ്, ബുദ്ധിമുട്ടാവും. ഇവിടെ മരം വെട്ടിട്ട് വീട് കെട്ടുന്ന സ്ഥലങ്ങളത്. ഇല്ലേ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു മാങ്ങ അണ്ടി വെച്ചു. ഇവിടെ മരമില്ല, ഇവിടെ വേറൊരു സംഭവമൊന്നുമില്ല. ഇതെങ്ങനെ ഇത്ര വലിയ സാധനം മടിയിൽ വെക്കാൻ പറ്റുമോ? ഉള്ളിൽ കൊണ്ടേ കുത്തി തിരികാൻ പറ്റുമോ? ഇവിടെ ഈ നാട്ടിലെ ഒരു വയസ്സായ തള്ളമ്മ ഒരു 50 പൈസയുടെ വെറ്റ വാങ്ങിച്ചിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ പോവാണെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണിന് ഇങ്ങനെ കാണും. ഈ 50 പൈസയുടെ വെറ്റ, ഈ സാധനം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്ന്? ഇതാണ് മായാജാലം, കൺകെട്ടി വിദ്യ. ഇതേ എന്റെ ബാപ്പ ഹസീൻ സാഹിബ് കാണിക്കും. മുപ്പരുടെ ബാപ്പാടെ ബാപ്പ ടി ഹസീൻ സാഹിബ് കാണിക്കും. അയാളുടെ ബാപ്പാടെ പേര് മൊയ്തീൻ സാഹിബ്, അയാൾ കാണിക്കും. അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ ഹുസൈൻ സാഹിബ്, അദ്ദേഹം കാണിക്കും. ഓരോ മാജിഷ്യന്മാരും കാണിക്കില്ല, കാണിക്കാൻ സാധിക്കില്ല. വെല്ലുവിളിച്ചാണെങ്കിൽ പറയും. കാരണം സ്റ്റേജിൽ കളിക്കാനേ ഇത് പറ്റും. ഇതിന്റെ സീക്രട്ട് ചിലപ്പോൾ അറിയായിരിക്കും. ജപ്പാൻ സാഹിത്യകാരൻ മാന്യമത ഇതിന്റെ രഹസ്യം 2 കോടി രൂപ ചോദിച്ചു. ഞാൻ ഇന്നും ലക്ഷംപേട്ടിലായിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ സ്വത്തും മുതലുണ്ടാക്കിയില്ല. കടന്നു മരിക്കാനുള്ള വീടുണ്ട്, അതിന്റെ ഉള്ളിൽ പ്ലാവിന്റെ മരമുണ്ട്. ധാരാളം വന്ന മയ്യത്ത് കാണാൻ. അല്ലാതെ എനിക്ക് വീടില്ല, സ്ഥലമില്ല. എന്നാ ഗവൺമെന്റ് കോട്ടെ, എന്നാ സിനിമയിൽ പാമ്പിനെ അഭിനയിപ്പിക്കുമ്പോ 10,000-12,000 കിട്ടും. കഥയിൽ പാമ്പ് വേണം, അങ്ങനെ എന്നെ വിളിക്കും കേരളത്തിൽ. പിന്നെ കളിക്കാൻ പോകുമ്പോ എനിക്ക് 2 പാമ്പ് വേണം എന്റെ ജോലിക്ക്. എന്ത് ചെയ്യാ? കഷ്ടകാലം പിടിച്ച സാമൂഹിക ദ്രോഹികൾ ഉള്ളിടത്തോളം കാലം ഈ നാട്ടില് നല്ലവർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം പാമ്പ് വിഷം നടത്തുക. ഈ കളി കുറച്ച് ഭീകരമായ കളിയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രീറ്റ് മാജിക് എന്ന് പറഞ്ഞാൽ തെരുവ് ജാലവിദ്യയിൽ കുറെ ചിരിക്കാം, കുറെ ചിന്തിക്കാം, കുറച്ച് മനസ്സിലാക്കാം, കുറച്ച് ഡേഞ്ചർ കളിയൊക്കെ കാണാം. കൊട്ടന്റെ മോളെ ഞാൻ തുണി മൂടിയ പോലെ ഈ കുട്ടീൻ്റെ മോളെ ഞാൻ തുണി മൂടിയിട്ടുണ്ട്. ഇതിന് പറയും മെസ്മറിസം, ഹെപ്നോട്ടിസം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, പീതാംബര വിദ്യ, ചാത്തന്റെ സേവ, കുട്ടിച്ചാത്തൻ, ഇതൊക്കെ പറയും. കുട്ടിച്ചാത്തനൊന്നുമില്ല, അവരൊക്കെ കുളിക്കാൻ പോയിട്ട് പിന്നീട് വരും. ഇത് ഡേഞ്ചർ മാജിക് പറഞ്ഞാൽ ഇത് മുമ്പ് കാലത്ത് ഇതിനെ പേരിട്ടൊന്നും ഷേവക്കളി എന്നാ പറയാം. ഷേവ. പക്ഷെ ഷേവ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ പറയുമ്പോൾ ഈ നൂൽപുട്ടുണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കി തിന്നില്ല. ഇപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ആ മാങ്ങടണ്ടി കാണിച്ചെന്ന പോലെ തന്നെ ഞാൻ ഇയാളെ ഇപ്പോൾ തന്നെ കാണിക്കുള്ളൂ, പിന്നീട് ഞാൻ കാണിക്കില്ല. ഇയാളിനെ ഞാൻ ഇപ്പം തന്നെ കാണിക്കും, പിന്നെ കാണിക്കില്ല. മാന്ത്രിക വിദ്യ എന്ന് പറയും. ഒരു നിമിഷം ഹെപ്നോട്ടിസം, മനഃശാസ്ത്രം എന്നൊക്കെ പറയില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാം. എഫക്ട് മാജിക്. എല്ലാവരും ഒരു പ്രാവശ്യം കൈയടിക്കണം. എന്റെ മൂത്ത മകനെയാണ് ഞാൻ ഇപ്പൊ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തി കിടത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് കുത്തിയിട്ടൊന്നുമില്ല, ചായമായിരിക്കും, അവിടെ തുണിയിൽ മുക്കുന്ന സാധനമായിരിക്കും, സംശയം ഉണ്ടാവും. ഇത് നമ്മുടെ കയ്യിലെടുത്തിട്ട്
പേടിക്കണ്ട. ഇത് ആർക്കെങ്കിലും ഭീകരന്തും തല ചുറ്റാണെങ്കിൽ അവിടെ ഇരുന്നോളൂ. കാരണം ചിലപ്പോൾ ഈ ചോര കാണാൻ പറ്റില്ല ചിലവർക്ക്. ഇതാ ചിലവരുണ്ട്. ഇതാ ഞാൻ ഒരു നിമിഷം കൈയടിക്കണം നിങ്ങൾ. മാജിക് കത്തിയാണ് ചേട്ടാ. മാജിക് അറിയുന്ന ആളാണ്. ഇതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നോക്കി ഒറിജിനാലിറ്റി കത്തിയാണ്. മാജിക് കത്തിയാണ്. നോക്കി സ്പ്രിംഗ് ആക്ഷൻ വല്ലതുണ്ടോ? മാജിക് സ്പ്രിംഗ് കത്തി ഉണ്ടാവും. അത് നമുക്കിപ്പോൾ പഠിപ്പിട്ടാൽ പറയാം. ഇത് ചായ ഒന്നും അല്ല കേട്ടോ. ഇതാണ്ടോ നോക്കി, ചായ കഴിക്കാൻ അങ്ങനെ പോവില്ല, അവിടെ പിടിച്ചു നിന്നളയും. ഇപ്പം ഞാൻ ഇയാളെ സംസാരിപ്പിക്കാൻ പോകണേ. ഇപ്പം ഇങ്ങനെ തന്നെ പോയാൽ പോലീസ് പിടിക്കും. നിങ്ങൾക്ക് മാജിക് പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. ആദ്യം വീട്ടിൽ പോയിട്ട് നല്ലൊരു കച്ചെടുത്ത് 2 ദിവസം ശരിയാക്കും. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് കുത്തിയെ പിടിക്കുന്നു ചേർത്തിട്ട് ചത്തു. ഞാനേ ഇതിന്റെ കല പഠിച്ചുകൊണ്ട് കുത്തുകയാണ്. നിങ്ങൾ കല പഠിക്കാതെ കുത്തുമ്പോൾ കലയായി പോകും. കല കൊലയാവും. കുട്ടിയാണ് എന്റെ എവിടെയാവും. ശാബാസ്. അങ്ങനെ തന്നെ വേണം മക്കളെ. സ്റ്റഡി വേണം. ജീവിതത്തിൽ തോൽക്കാൻ പാടില്ല. ജീവിതത്തിൽ തോൽവി വേണം അത്യാവശ്യം. തോറ്റാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഞാൻ സംസാരിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ കുത്തിയിട്ട് ആള് സംസാരിക്കണില്ല. അരേ ബച്ചേ ഉട്ടോ ഊപ്പർ തമ്പി പേസപ്പാ. ഓയ് എനിക്ക് എവിടെ എണീക്കണ് മറകയാ. ഒരാളുടെ ജീവൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ ജീവൻ കൊടുക്കാൻ പറ്റുമോ? ജീവൻ കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. വേറെ പുറത്തിൻ്റെ സ്വത്ത് നമ്മൾ 1 കോടി അപകരിച്ചാലും ശരി, 10 കോടി അപകരിച്ചാലും ശരി, കേസ് മോഹൻതന്നെ വാങ്ങിച്ചെടുക്കാം. പക്ഷെ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നവർക്ക് കുടുംബത്തിന് നാശാക്കിയാൽ അത് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെ വീട്ടിൽ പോവാ, ഒരു കുട്ടിനെ കുത്താ, ഒരു തലോട് കിട്ടിയാൽ വിടണ്ട. അത് കിട്ടണമെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ആറ്റുപാലം ചുടുകാട്, കോയമ്പത്തൂർ പോയ കണ്ടമാനമുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ അത്ര കണ്ടുണ്ടാവില്ല. ഇത് അയാൾ ഞാൻ സംസാരിപ്പിക്കാൻ പോവാണ്. ഏതായാലും സംസാരിപ്പിച്ചു. ഇത് സ്ട്രീറ്റ് മാജിക് ആണ്. സ്ട്രീറ്റ് മാജിക്കിൽ ശരിക്കും പറഞ്ഞാൽ സംഭാവന ചോദിക്കുന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും മഹാൻ സംസുക്ക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാങ്കാക്കൊട്ടെ മരമാക്കരുത് ഉലകത്തിൽ ഞാൻ കേട്ടിരിக்கிறேன், யாரும் இதுவரையும் காமிச்சது கிடையாது. அது யாரா പറഞ്ഞറിയോ? നമ്പർ ചോദിച്ചാൽ പറയോ? പറയാം. എവ്വളോ ഇതിന്റെ ഫസ്റ്റ് നമ്പർ എത്ര? 2. എന്നാ അടുത്ത് 1 നമ്പർ അതിന്റെ അടുത്ത് 4 നമ്പർ അതിന്റെ 4 ഇത് അതിന്റെ അടുത്ത് 6 അതിന്റെ അടുത്ത് 0. പക്ഷേ ഇത് എന്ത് സാധനമാണ്? സമയം നോക്കുന്ന വാച്ച്. എനിക്ക് ഇതെന്താ സാധനം? കണ്ണട അടയാളം ഉണ്ട് അദ്ദേഹത്തിന്. ഒരു പെൺകുട്ടി പൊട്ട് വെച്ച അടയാളം ഉണ്ട് അദ്ദേഹത്തിന്. കറുത്ത കളർ പൊട്ടാണ്. പൊട്ട് വെച്ച അടയാളം ഉണ്ട്. ഒരു കളർ എന്താണ്? ചന്ദന കളറ്. മോതിരം അടയാളം ഉണ്ട്. ശരിയായി. മോതിരത്തിൽ മൊത്തം എത്ര കല്ലുണ്ട്? 9 കല്ലുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ എത്ര തന്നെ നോക്കി പോയിട്ട് അല്ല, വർണ്ണവും കണ്ടുപിടിച്ചിട്ട് വന്നിടിച്ചാൽ പണിയായില്ലേ. അതുകൊണ്ട് 10 ദിവസം ജീവിച്ചാലും ശരി കേട്ടോ. സിംഗം മുറിച്ച് വിട്ടിട്ടുണ്ട് ചേട്ടാ, വലിച്ചു. ഇതിലെ പശ കൊണ്ടോ ഫെവിക്കോളോ കൊണ്ടോ ഒട്ടിച്ചിട്ടുള്ള കഷ്ണങ്ങളൊന്നും അല്ലാതെ കീറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ സൗണ്ട് അല്ലേ. കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഓരോ ഭാരതത്തിൽ ജനിച്ചവർ ജന്മനാടിനോട് നന്ദികേട് കാണിച്ചാൽ നമ്മുടെ പെറ്റ അമ്മയുടെ ഗർഭപാത്രത്തിനോട് നന്ദികേട് കാണിച്ച മാതിരിയാണ്. അമ്മ പെറ്റ് വിട്ട ഉടനെ ഭൂമിയിൽ മുട്ടുവെച്ച് നിരങ്ങി പിടിച്ചു നിന്ന് വലുതാവണം. ഇവിടുന്ന് ഒരു ഡയലോഗ് പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു മുസ്ലിം മതം, ഒരു ക്രിസ്ത്യൻസ് മതം, ഒരു രാജ്യത്തെ 3 സ്ത്രീകൾ. അല്ല കേൾക്കേണ്ട കാര്യമാണ്. അറിവിച്ച